Williams and Butch Wilmore begin their belated trip home. സുനിത വില്യംസും സഹയാത്രികരും ഭൂമിയിലേക്ക് യാത്ര തുടരുന്നു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് യാത്രാ പേടകം വേർപെട്ടത് 11 മണിയോടെ. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന നിർണായക ഘട്ടം പുലർച്ചെ 2:30-ഓടെ. 3:30-ഓടെ ഫ്ലോറിഡയ്ക്ക് സമീപം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ലാൻഡിംഗ്. കൊല്ലത്തെ കൊലപാതകവും ആത്മഹത്യയും പ്രണയപ്പകയിൽ. കൊല്ലപ്പെട്ട ഫെബിന്റെ സഹോദരി വിവാഹത്തിൽ നിന്ന് പിന്മാറിയത് തേജസിന്റെ ക്രൂരകൃത്യത്തിന് കാരണമെന്ന് പോലീസ്. പെൺകുട്ടിയെ കൊല്ലാനും ലക്ഷ്യമിട്ടു. കുത്തേറ്റ ഫെബിന്റെ പിതാവ് ഗുരുതരാവസ്ഥയിൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ മൊഴി നൽകാൻ ആരെയും നിർബന്ധിക്കരുതെന്ന് ഹൈക്കോടതി. അന്വേഷണത്തിന്റെ പേരിൽ ആരെയും ബുദ്ധിമുട്ടിക്കരുതെന്ന് പോലീസിന് നിർദ്ദേശം. മൊഴി നൽകാൻ നിർബന്ധിച്ചാൽ കോടതിയെ സമീപിക്കാം. രണ്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും യുദ്ധഭൂമിയായി ഗാസ. ഇസ്രായേൽ ആക്രമണത്തിൽ 232 പേർ കൊല്ലപ്പെട്ടു. 500ഓളം പേർക്ക് പരുക്ക്. ഹമാസ് താവളങ്ങളാണ് ആക്രമിച്ചതെന്ന് ഇസ്രായേൽ. കൊല്ലപ്പെട്ടവരിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമെന്ന് ഹമാസ്. सरकार के समाज के सभी कर्मयोगियों का अभिनंदन करता हूं. മഹാകുംഭമേള മഹാവിജയമെന്ന് പ്രധാനമന്ത്രി. വിജയത്തിനായി പ്രയത്നിച്ചവരെ അഭിനന്ദിച്ച് ലോക്സഭയിൽ മോദിയുടെ മറുപടി. സംസാരിക്കാൻ അവസരം കിട്ടാത്തതിന് പ്രതിപക്ഷ ബഹളം. പാർട്ടി പ്രവർത്തകരിനകത്തുള്ള ആരുമില്ല ആരുമില്ലെന്ന് ഞാൻ പറയാം. കാര്യമായിട്ടായിരുന്നു ഒരു പെയ്ഡ് മൂവ്മെന്റ് ആണെന്ന് തോന്നുന്നുണ്ട് സാർ. അതറിയാം, ആയിരിക്കാം. അതിനകത്ത് പണവും സ്ഥാനവും ഒക്കെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഒരു പ്രധാന കാര്യമായിട്ട് വന്നിരിക്കുകയാണ്. കോൺഗ്രസ് പരിപാടിയിൽ പങ്കെടുത്തതിലെ സൈബർ ആക്രമണങ്ങൾ പെയ്ഡെന്ന് ജി സുധാകരൻ. പ്രചാരണത്തിന് പിന്നിൽ 70 അംഗ സംഘമെന്ന് സുധാകരൻ ന്യൂസ് 18നോട്. CPM നേതാക്കളുടെ പിന്തുണയോടെ എന്ന ആരോപണത്തിനിടെ സുധാകരന്റെ തുറന്നു പറച്ചിൽ. നാഗ്പൂരിൽ ഔറംഗസേബിന്റെ ശവകുടീരം നീക്കണമെന്ന ആവശ്യത്തെ തുടർന്നുള്ള സംഘർഷത്തിൽ അയവ്. സംയമനം പാലിക്കണമെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവിസ്. സംസ്ഥാനത്തെ ക്രമസമാധാനം തകർന്നെന്ന് കോൺഗ്രസും ശിവസേനയും. മദ്യപിച്ചതിനു ശേഷം വിശ്രമിച്ചത് റെയിൽ പാളത്തിൽ. ട്രെയിൻ മുകളിലൂടെ കടന്നുപോയി. ആലുവയ്ക്കും അങ്കമാലിക്കുമിടയിൽ പാളത്തിൽ കിടന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഒമ്പത് മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ സുനിത വില്യംസും ബുച്ച് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് യാത്ര തിരിച്ചു. ഇവരടക്കം 4 പേരെയും വഹിച്ചുള്ള ഫ്രീഡം ഡ്രാഗൺ പേടകം നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 3:27-ന് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. The crew members who will remain on board the International Space Station, maintaining a continuous human presence on the orbital laboratory. അവർ യാത്ര തിരിച്ചു. ഇനി സുരക്ഷിതമായി ഭൂമിയിലെത്തണം. ആകാംക്ഷയുടെ ഇതുവരെയുള്ള ഘട്ടങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. നാസയുടെ ക്രൂ 9 ബഹിരാകാശ ദൗത്യ സംഘാംഗങ്ങളുമായി സ്പേസ് എക്സിന്റെ ഫ്രീഡം ഡ്രാഗൺ പേടകം ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ 10:35-ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായുള്ള ബന്ധം വേർപെടുത്തി ഭൂമിയിലേക്ക് യാത്ര തിരിച്ചു. From in charge of tonight's operation is Marcos Flores, the lead flight director for Crew 9, joined on Butch Wilmore in his entry suit. ഇനിയുള്ള മണിക്കൂറുകൾ അതിനിർണായകമാണ്. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 2:41-ന് ഡി ഓർബിറ്റ് ബേൺ പ്രക്രിയ തുടങ്ങും. പേടകം വേഗം കുറച്ച് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കും. തുടർന്ന് പാരച്യൂട്ടുകൾ നിവർത്തി പേടകത്തിന്റെ വേഗം വീണ്ടും കുറയ്ക്കും. നാളെ പുലർച്ചെ 3:27-ന് അവർ സുരക്ഷിതരായി കടൽ തൊടും. സാഹചര്യങ്ങൾക്കനുസരിച്ച് ഈ സമയക്രമത്തിൽ മാറ്റം വരാം. കടലിൽ പതിക്കുന്ന ക്യാപ്സ്യൂൾ കപ്പലിൽ കരയിലേക്ക് എത്തിക്കും. ഒൻപത് മാസം മുമ്പ് 8 ദിവസത്തെ ദൗത്യത്തിനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ നാസയുടെ ബഹിരാകാശ ദൗത്യ സംഘാംഗങ്ങളായ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഒപ്പം
കഴിഞ്ഞ സെപ്റ്റംബറിലെത്തിയ ആസ്ട്രോനോട്ട് നിക് ഹെഗും കോസ്മോനോട്ട് അലക്സാണ്ടർ ഗോർബനോവും. ഇവരെയും വഹിച്ചുള്ള പേടകമാണിപ്പോൾ ഭൂമി ലക്ഷ്യമാക്കി എത്തിക്കൊണ്ടിരിക്കുന്നത്. സ്പേസ് ഡെസ്ക്, ന്യൂസ് 18. കൊല്ലം ഉളിയകോവിലിൽ 22-കാരനെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവം പ്രണയപ്പകയാണ് എന്ന നിഗമനത്തിൽ പോലീസ്. ഫെബിൻ ജോർജ് ഗോമസിന്റെ സഹോദരിയെ വിവാഹം ചെയ്ത് നൽകാൻ കുടുംബം വിസമ്മതിച്ചതിനെ തുടർന്നുണ്ടായ പ്രകോപനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഫെബിൻ ജോർജിന്റെയും തേജസ് രാജിന്റെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുകയാണ് കൊല്ലത്ത് നിന്ന്. ഡാൻ, ഏതാണ്ട് ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ എന്നതുപോലെ തന്നെ ഒന്നിലേറെ പേരെ കൊല്ലാനുള്ള ശ്രമത്തിലായിരുന്നു, ആ ലക്ഷ്യത്തിലായിരുന്നു ഫെബിൻ എന്ന വിവരവും ഉണ്ടല്ലോ. ഇതുവരെ എന്തെല്ലാം കാര്യങ്ങളാണ് പോലീസ് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്? മഞ്ജുഷ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കുക എന്നൊരു പ്രകോപനവുമായാണ് തേജസ് രാജ് എന്ന യുവാവ് ഈ ഫെബിൻ ജോർജിന്റെ വീട്ടിലേക്ക് എത്തിയതെന്നാണ് പോലീസിന് ഇതിനോടകം നടത്തിയിരിക്കുന്ന അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്ന വിവരങ്ങൾ. അത് ബലപ്പെടുത്തുന്ന തരത്തിലുള്ള ചില തെളിവുകൾ ഈ വീടിന്റെ പരിസരത്ത് നിന്ന് കൊല്ലം ഈസ്റ്റ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഈ ഒരു ഇന്ധനം ഇവരുടെ ദേഹത്തേക്ക് ഒഴിച്ചതിന് ശേഷം ലൈറ്റർ ഉപയോഗിച്ച് കത്തിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു ആദ്യം ഈ പ്രതി നടത്തിയത്, തേജസ് രാജ് നടത്തിയത്. പക്ഷേ ഈ ഫെബിന്റെ പിതാവ് അകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നതോടെയാണ് ഈ നീക്കം പാളിയത്. തുടർന്നാണ് കൈവശമുണ്ടായിരുന്ന മൂർച്ചയേറിയ കത്തി ഉപയോഗിച്ചുകൊണ്ട് ഫെബിനെ 3 തവണ ആക്രമിച്ചതിന് ശേഷം അവിടെ നിന്ന് മാറാനുള്ള ഒരു ശ്രമം ഈ തേജസ് രാജ് നടത്തുന്നത്. അതിനിടയിൽ പിടിച്ചു മാറ്റാനുള്ള നീക്കം ജോർജ് ഗോമസ് നടത്തിയതോടെയാണ് ഇദ്ദേഹത്തിന് നേരെയും ഈ തേജസ് രാജ് ആക്രമിക്കുന്നത്. അങ്ങനെയാണ് തുടയ്ക്ക് താഴെ കത്തികൊണ്ട് മുറിവേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ മാരകമായ മുറിവാണ് കാലിൽ ഏറ്റത്. അദ്ദേഹത്തെ അടിയന്തരമായ ശസ്ത്രക്രിയയ്ക്ക് സ്വകാര്യ ആശുപത്രിയിൽ വിധേയനാക്കിയ ശേഷം അദ്ദേഹം ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ്. പക്ഷേ ആഴത്തിൽ ശരീരത്തിലേറ്റ 3 മുറിവുകളാണ് രക്തം വാർന്ന് ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ഫെബിനെ എത്തിച്ചത് എന്നാണ് ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നൊക്കെ ലഭിക്കുന്ന വിവരങ്ങൾ. ആഴത്തിലുള്ള മുറിവാണ് വാരിയലിനും നെഞ്ചിനും കഴുത്തിനും ഫെബിന് ഏറ്റിരിക്കുന്നത്. അതിനുശേഷമാണ് അവിടെ നിന്ന് റെയിൽവേ ട്രാക്കിലേക്ക് പോയി കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്ത നിലയിൽ തേജസ് രാജിനെയും പോലീസ് കണ്ടെത്തിയത്. അതായത് ഈ ഫെബിന്റെ സഹോദരിയോട് വളരെ അടുത്ത ഒരു സൗഹൃദമുണ്ടായിരുന്നു ഈ പ്രതിക്ക്. കൊലപ്പെടുത്തിയ യുവാവ് തേജസ് രാജിന് ഏറെ വർഷങ്ങൾ അവർ ഒരുമിച്ച് പഠിച്ചവരാണ്. പക്ഷേ വിവാഹം നടത്തിത്തരണമെന്ന ആവശ്യം ഈ ഫെബിന്റെ കുടുംബം സമ്മതിക്കാത്ത ഒരു സാഹചര്യമുണ്ടായി. അതായത് ഇയാൾക്ക് കൃത്യമായൊരു സ്ഥിര വരുമാനം ഇല്ലാത്ത ഒരു സാഹചര്യം, പലതവണ ജോലിക്ക് ശ്രമിച്ചിട്ടും ആ ജോലിയൊന്നും കൃത്യമായി ജോലിയിൽ പ്രവേശിക്കാൻ കഴിയാത്ത ഒരു പശ്ചാത്തലം. ഇതൊക്കെ കൂടിയായപ്പോൾ ഈ പെൺകുട്ടി തന്നെ ഈ വിവാഹം വേണ്ട എന്നൊരു തീരുമാനമെടുത്ത് അതിൽ നിന്ന് പിന്നോട്ട് മാറുകയായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. പോലീസ് ഇവരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ പ്രകോപിതനായി പലതവണ തേജസ് രാജ് വീട്ടിലെത്തുകയും മകളെ വിവാഹം കഴിച്ചു നൽകണമെന്ന് ഈ ജോർജ് ഗോമസിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. പക്ഷേ ഈ പെൺകുട്ടി പിന്മാറിയതോടെ കുടുംബവും ഈ ആവശ്യത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ഇതിൽ പ്രകോപിതനായാണ് ഈ തേജസ് രാജ് ഇവരെ വകവരുത്തുകയെന്ന ലക്ഷ്യത്തോടെ ഇന്നലെ വൈകുന്നേരം 6:45 ഈ വീട്ടിൽ എത്തിയത്. ഈ പെൺകുട്ടിയെ ആക്രമിക്കുക, അപായപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് തേജസ് ഈ വീട്ടിലെത്തിയതെന്നാണ് പോലീസ് നൽകുന്ന സൂചനകൾ. പക്ഷേ ഈ പെൺകുട്ടി വീട്ടിലില്ല എന്ന് മനസ്സിലാക്കിയതോടെ ഫെബിനെ വിളിച്ച് പുറത്തിറക്കിയതിനു ശേഷം പർദ്ദ ധരിച്ചെത്തിയ തേജസ് രാജ് ആഴത്തിൽ കുത്തി മുറിവേൽപ്പിക്കുകയായിരുന്നു. അതിനുശേഷം മതിൽ ചാടിക്കടന്നോടി രക്ഷപ്പെടുകയായിരുന്നു. അതിനിടയിലാണ് രക്തം വാർന്ന നിലയിൽ ഫെബിൻ പ്രാണരക്ഷാർത്ഥം വീടിന് പുറത്തേക്ക് ഇറങ്ങിയോടിയതും ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാക്കുന്ന പോലെ ഏതാണ്ട് ഒരു 50 മീറ്ററോളം ഓടുന്നതിനിടയിൽ അവശനായി തളർന്ന് താഴെ വീണുകയും രക്തം വാർന്ന് മരണം സംഭവിക്കുകയും ചെയ്തത് എന്നാണ് ഈ ആശുപത്രി അധികൃതർ നൽകുന്ന വിവരങ്ങൾ. അതായത് ആഴത്തിലുള്ള മുറിവാണ്, ഞരമ്പുകൾ മുറിഞ്ഞു പോകുന്ന തരത്തിലായിരുന്നു ആക്രമണം. അതാണ് ഈ ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും കൊല്ലം ഈസ്റ്റ് പോലീസിന്റെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണ്. അല്പസമയം മുമ്പാണ് ഫെബിൻ ജോർജ് നാടകീയമായ ഒരു കൊലപാതകത്തിന്റെയും അതോടൊപ്പം ആത്മഹത്യയുടെയും ഞെട്ടലിലാണ് കൊല്ലം നഗരം. അരും കൊലയ്ക്ക് പിന്നിൽ വില്ലനായത് പ്രണയപ്പക തന്നെയാണെന്നാണ് പോലീസിന്റെ നിഗമനം. പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനായ തേജസ് രാജാണ് കൊലപാതകത്തിന് പിന്നിലെന്നതും അയാൾ അരമണിക്കൂറിന് ശേഷം ട്രെയിനിന് മുന്നിൽ ചാടി ജീവൻ ഒടുക്കിയെന്നതുമാണ് സംഭവത്തിലെ നാടകീയത. ഇന്നലെ വൈകിട്ട് 6:45 വെള്ള നിറമുള്ള കാറിൽ കറുത്ത വസ്ത്രം ധരിച്ചൊരാൾ ഫെബിന്റെ വീട്ടിലേക്ക് എത്തുന്നു. ആരെന്ന് തിരിച്ചറിയും മുൻപേ ഫെബിന് കുത്തേറ്റു. കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ചായിരുന്നു ആക്രമണം.
തടയാൻ ശ്രമിക്കുന്നതിനിടെ പിതാവ് ജോർജ് ഗോമസിനും കുത്തേറ്റു. മാതാവ് ഡെയ്സിയുടെ മുന്നിൽ വെച്ചായിരുന്നു ക്രൂരത. തുടർന്ന് ഇരുവരെയും സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഫെബിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ജോർജ് ഗോമസിന്റേത് ആദ്യം ചെറിയ പരിക്കാണെന്ന് കരുതിയെങ്കിലും ആശുപത്രിയിൽ എത്തിച്ച് നടത്തിയ പരിശോധനയിൽ അദ്ദേഹത്തിന് ആന്തരിക രക്തസ്രാവം ഉള്ളതായി കണ്ടെത്തി. ഉടനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ഈ സമയം വിദ്യാർത്ഥിക്ക് കുത്തേറ്റെന്ന വിവരത്തെ തുടർന്ന് പോലീസ് സംഘം ഉളിയകോവിലെത്തി. അപ്പോഴാണ് ട്രെയിൻ തട്ടിയ ഒരാൾ മരിച്ചെന്ന വിവരവും കൊല്ലം ഈസ്റ്റ് പോലീസിനെ തേടിയെത്തിയത്. ട്രെയിൻ തട്ടിയത് ഓവർ ബ്രിഡ്ജിന് സമീപമാണെങ്കിലും മൃതദേഹം തപ്പി ഏറെ നേരം പോലീസ് അലഞ്ഞു. അപ്പോഴാണ് പാലത്തിനടിയിൽ രക്തക്കറപ്പുരണ്ട കാർ ശ്രദ്ധയിൽപ്പെടുന്നത്. കാറും കാറിന്റെ വിവരങ്ങളും പരിശോധിച്ചപ്പോഴാണ് DCRBയിൽ ജോലി ചെയ്യുന്ന രാജുവിന്റേതാണ് കാറെന്നും കണ്ടെത്തിയത്. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ട്രെയിൻ തട്ടി മരിച്ചത് രാജുവിന്റെ മകൻ തേജസ് ആണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഒടുവിൽ ഉളിയകോവിലിൽ വിദ്യാർത്ഥിയായ ഫെബിനെ കുത്തിക്കൊലപ്പെടുത്തിയത് തേജസ് ആണെന്നും പോലീസ് കണ്ടെത്തി. കൊലയ്ക്ക് ശേഷം കാറിൽ കടപ്പാക്കടയിലെത്തിയ തേജസ് ചെമ്പാൻമുക്ക് റെയിൽവേ ഓവർബ്രിഡ്ജിനടിയിൽ എത്തി കാർ പാർക്ക് ചെയ്തു. പിന്നീട് വാഹനത്തിനുള്ളിലിരുന്ന് കൈത്തണ്ട മുറിച്ച ശേഷം കൊല്ലത്തേക്കെത്തിയ ട്രെയിനിന് മുന്നിൽ ചാടുകയായിരുന്നു. ഫാത്തിമ മാത നാഷണൽ കോളേജ് വിദ്യാർത്ഥിയായ ഫെബിൻ കൊല്ലപ്പെട്ടത് കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഇപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനുമായുള്ള 3ാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയായി. സഹോദരൻ അഹ്സാന്റെയും ഫർസാനയുടെയും കൊലപാതകത്തിൽ പെരുമലയിലെ വീടുൾപ്പെടെ 7 ഇടങ്ങളിലാണ് പോലീസ് തെളിവെടുത്തത്. നാളെ ഉച്ചയോടെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. പാങ്ങോട്, കിളിമാനൂർ, വെഞ്ഞാറമൂട് സ്റ്റേഷനുകളിലായാണ് കൂട്ടക്കൊലപാതകത്തിലെ 3 കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സഹോദരൻ അഹ്സാന്റെയും സുഹൃത്ത് ഫർസാനയുടെയും കൊലപാതകങ്ങളിലെ തെളിവെടുപ്പാണ് ഇന്ന് നടന്നത്. രാവിലെ 9:30യോടെ പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊലപാതകം നടന്ന പേരുമലയിലെ വീട്ടിലേക്ക് എത്തിച്ചു. ലത്തീഫിനെയും സാജിദയെയും കൊന്നതിനു ശേഷം വീട്ടിൽ മടങ്ങിയെത്തിയാണ് അഫാൻ അഹ്സാനെയും ഫർസാനെയും അടിച്ചു വീഴ്ത്തിയത്. വീട്ടിലേക്ക് കയറിയ വിധവും കൊലപാതക രീതിയും വീണ്ടും പ്രതി പോലീസിന് മുന്നിൽ വിശദീകരിച്ചു. സ്വർണം പണയം വെച്ച ധനകാര്യ സ്ഥാപനത്തിലും എലിവിഷം വാങ്ങിയ കടയിലും തെളിവെടുപ്പ് നടത്തി. പെപ്സി, മുളകുപൊടി, ചുറ്റിക, ബാഗ് എന്നിവ വാങ്ങിയ കടകളിലും പോലീസ് ഒരിക്കൽ കൂടി പ്രതിയെ എത്തിച്ചു. ഫർസാനയെ ബൈക്കിൽ കൂടെ കൂട്ടിയ വഴിയിൽ തെളിവെടുത്ത ശേഷം പ്രതിയെ തിരികെ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. 3 കേസുകളിലെയും തെളിവെടുപ്പ് പൂർത്തിയായതിനാൽ വേഗത്തിൽ കുറ്റപത്രം തയ്യാറാക്കി സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. മാതാവ് ഷെമി പഴയ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നത് കേസിനെ ബാധിക്കില്ലെന്നും പോലീസ് വിലയിരുത്തുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ അന്വേഷണ സംഘം ഇന്ന് കുറ്റപത്രം നൽകിയേക്കും. ആലത്തൂർ കോടതിയിലാണ് കുറ്റപത്രം നൽകുക. ചെന്താമര ഏകപ്രതിയായ കേസിൽ പോലീസുകാർ ഉൾപ്പെടെ 133 സാക്ഷികളാണുള്ളത്. 30-ലധികം രേഖകളും ഫോറൻസിക് പരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകളുമുണ്ട്. വയോധിക ലക്ഷ്മിയെ ചെന്താമര കൊലപ്പെടുത്തുന്നത് നേരിൽ കണ്ട ഏക ദൃക്സാക്ഷിയുടെ മൊഴിയും ചിറ്റൂർ കോടതിയിൽ രേഖപ്പെടുത്തിയ 8 പേരുടെ രഹസ്യമൊഴികളും ഉള്ളടക്കമാവും. കണ്ണൂർ വളപട്ടണത്ത് 4 മാസം പ്രായമായ കുഞ്ഞിന്റെ മരണം കൊലപാതകം. മാതാപിതാക്കളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. അന്വേഷണത്തിനായി പ്രത്യേക സംഘം രൂപീകരിച്ചു. ഇന്നലെ രാത്രിയാണ് കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിൽ കണ്ടെത്തിയത്. തമിഴ്നാട് സ്വദേശികളായ മുത്തു, അക്കമ്മൽ ദമ്പതികളുടെ 3 മക്കളിൽ ഇളയ കുഞ്ഞാണ് മരിച്ചത്. 4 മാസമുള്ള കുഞ്ഞിനെ തങ്ങൾക്കൊപ്പം ഉറക്കിക്കിടത്തിയെന്നും പിന്നീട് കണ്ടില്ലെന്നുമാണ് ഇവർ നാട്ടുകാരെ അറിയിച്ചത്. തുടർന്ന് നടത്തിയ തെരച്ചിലിൽ കുഞ്ഞിന്റെ മൃതദേഹം വീടിന് സമീപത്തെ കിണറ്റിൽ കണ്ടെത്തി. കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയതാണോ, കൊലപ്പെടുത്തിയ ശേഷം കിണറ്റിലിട്ടതാണോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. നിലവിൽ കുടുംബത്തെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. അച്ഛനമ്മമാരുടെ മൊഴിയിൽ വൈരുദ്ധ്യമുള്ളതിനാൽ ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. സംഭവത്തിൽ അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. വളപട്ടണത്തെ വാടക ക്വാർട്ടേഴ്സിലായിരുന്നു ഇവരുടെ താമസം. മുത്തു ആക്രിക്കച്ചവടം നടത്തുകയാണ്. ന്യൂസ് 18 കണ്ണൂർ. സംസ്ഥാനത്ത് ലഹരി വേട്ട തുടരുന്നു. താമരശ്ശേരിയിലും കൊച്ചിയിലുമായി 14 കിലോ കഞ്ചാവ് പിടികൂടി. ഉത്തർപ്രദേശ്, ബംഗാൾ സ്വദേശികളാണ് പിടിയിലായത്. കൊച്ചിയിലും തിരുവനന്തപുരത്തും MDMAയും പിടികൂടിയിട്ടുണ്ട്. സംസ്ഥാനത്ത് 11 ദിവസത്തിനിടെ 2.15 കോടിയുടെ ലഹരി വസ്തുക്കളാണ് പിടികൂടിയത്. സംസ്ഥാനത്ത് ലഹരി വിരുദ്ധ പോരാട്ടം ശക്തമാക്കിയിട്ടും നിരവധി കേസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന് വിവിധയിടങ്ങളിൽ നടന്ന പരിശോധനയിൽ മയക്കുമരുന്നും ലഹരി ഉൽപ്പന്നങ്ങളും പിടികൂടി. പുലർച്ചെ വർക്കലയിൽ MDMAയുമായി പിടിയിലായത് 3 പേർ. പ്രവീൺ, വിഷ്ണു, ഹമീദ് എന്നിവരാണ് ഡാൻസാഫിന്റെ പിടിയിലായത്. വിനോദസഞ്ചാരികൾക്ക് വിൽക്കാനെത്തിച്ചതായിരുന്നു മയക്കുമരുന്ന്.
പാലക്കാട് കോട്ടേപ്പാടത്ത് സിഗരറ്റ് പാക്കറ്റിൽ ഒളിപ്പിച്ച MDMAയുമായി അരടങ്കോട് സ്വദേശി മുഹമ്മദ് റിഷാദാണ് പിടിയിലായത്. ശ്രീകൃഷ്ണപുരത്തും മയക്കുമരുന്നുമായി മണലടി സ്വദേശി മുനീർ പിടിയിലായി. പാലാരിവട്ടത്ത് MDMAയുമായി പിടിയിലായത് അസം സ്വദേശിയാണ്. കോട്ടയത്ത് 6 ചാക്ക് നിരോധിത ലഹരി ഉൽപ്പന്നം പിടികൂടി. താമരശ്ശേരിയിലും കൊച്ചിയിലുമായി പിടിച്ചത് 14 കിലോ കഞ്ചാവ്. കൊച്ചിയിൽ ബംഗാൾ സ്വദേശി രോഹൻ ഷെയ്ഖും താമരശ്ശേരിയിൽ 9 കിലോ കഞ്ചാവുമായി 2 UP സ്വദേശികളും പിടിയിലായി. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് കാണാതായ 13-കാരിയെ ബംഗളൂരുവിൽ കണ്ടെത്തി. കർണാടക പോലീസാണ് പെൺകുട്ടിയെയും ഒപ്പമുണ്ടായിരുന്ന യുവാവിനെയും കണ്ടെത്തിയത്. ഇവരെ നാട്ടിലെത്തിക്കാൻ താമരശ്ശേരി പോലീസ് ബംഗളൂരുവിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 11-ാം തീയതിയാണ് പെൺകുട്ടിയെ കാണാതായത്. ആലുവയ്ക്കടുത്ത് മദ്യപിച്ച് റെയിൽവേ പാളത്തിൽ കിടന്നവരെ ട്രെയിൻ നിർത്തി രക്ഷിച്ചു. ആലുവയ്ക്കും അങ്കമാലിക്കും ഇടയിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ സംഭവം. ഷാലിമാർ എക്സ്പ്രസ് കടന്നു പോകുന്നതിനിടെയാണ് 2 പേർ പാളത്തിൽ കിടക്കുന്നത് കണ്ടത്. ഇതോടെ ട്രെയിൻ നിർത്തി ജീവനക്കാർ ഇറങ്ങി 2 പേരെയും പാളത്തിൽ നിന്ന് മാറ്റുകയായിരുന്നു. ട്രെയിൻ ഇവരുടെ മുകളിലൂടെ കടന്നുപോയിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മൊഴി നൽകാൻ താൽപ്പര്യമില്ലാത്തവരെ നിർബന്ധിക്കരുതെന്ന് ഹൈക്കോടതി. അന്വേഷണ സംഘം ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ ഹൈക്കോടതിയെ സമീപിക്കാമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. മൊഴി നൽകാൻ SIT നിർബന്ധിക്കുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ ഈ ഇടപെടൽ. സിനിമയിലെ വയലൻസ് വലിയ രീതിയിൽ സമൂഹത്തെ ബാധിക്കുന്നുണ്ടെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മൊഴി നൽകാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സമ്മർദ്ദം ചെലുത്തുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. മൊഴി നൽകാൻ താൽപ്പര്യമില്ലാത്തവരെ നിർബന്ധിക്കരുത്. അന്വേഷണത്തിന്റെ പേരിൽ ആരെയും ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലെന്നും കോടതി വ്യക്തമാക്കി. അന്വേഷണ സംഘം ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ ഹൈക്കോടതിയെ സമീപിക്കാമെന്നും ഹൈക്കോടതി പറഞ്ഞു. നോട്ടീസ് കിട്ടിയവർക്ക് മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകാമെന്നും മൊഴി നൽകാൻ താൽപ്പര്യമില്ലെങ്കിൽ ഹാജരായി ആ വിവരം അറിയിക്കാമെന്നും കോടതി വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട 50 കേസുകൾ രജിസ്റ്റർ ചെയ്തെന്ന് നേരത്തെ സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഇതിൽ 4 കേസുകളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ചെന്നും ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഇതിനിടെ സിനിമകളിലെ വയലൻസ് സമൂഹത്തെ ബാധിക്കുന്നുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സിനിമയിലെ വയലൻസ് നിയന്ത്രിക്കാൻ ഭരണകൂടം ഇടപെടുന്നതിൽ പരിമിതിയുണ്ടെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. സിനിമാ മേഖലയിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ചാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നത്. മലയാള സിനിമയിൽ ജോലി ചെയ്യണമെങ്കിൽ ശരീരം നൽകണമെന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് റിപ്പോർട്ടിനെ തുടർന്ന് പുറത്തുവന്നത്. റിട്ടയർഡ് ജസ്റ്റിസ് ഹേമയ്ക്ക് പുറമെ നടി ശാരദ, മുൻ IAS ഉദ്യോഗസ്ഥ KB വത്സലകുമാരി എന്നിവരായിരുന്നു കമ്മിറ്റി അംഗങ്ങൾ. 2019 ഡിസംബറിൽ ഹേമ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയെങ്കിലും സർക്കാർ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നില്ല. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകളും മുൻപ് തള്ളിയിരുന്നു. വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശമനുസരിച്ചാണ് പിന്നീട് റിപ്പോർട്ട് പുറത്തുവിട്ടത്. ന്യൂസ് 18 കൊച്ചി. മുനമ്പം ഭൂമി വിഷയത്തിൽ സമരം ശക്തമാക്കാൻ സമരസമിതിയുടെ തീരുമാനം. വസ്തുതകൾ മനസ്സിലാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് സമിതി ആരോപിക്കുന്നു. സംസ്ഥാന വ്യാപകമായി സമരം ശക്തമാക്കാനാണ് തീരുമാനം. തങ്ങൾക്ക് അനുകൂലമായ രേഖകൾ കണ്ടെത്തുവാനോ ലഭിച്ചവ വസ്തുതാപരമായി അവതരിപ്പിക്കുവാനോ റവന്യൂ വകുപ്പിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നാണ് ഭൂസംരക്ഷണ സമിതിയുടെ ആരോപണം. സർക്കാർ കേസിനെ ലാഘവത്തോടെയാണ് കണ്ടത്. അതുകൊണ്ടാണ് ജുഡീഷ്യൽ കമ്മീഷൻ നിയമത്തിൽ തിരിച്ചടി നേരിട്ടത്. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കും വരെ സമരം തുടരുമെന്ന് സമരസമിതി കൺവീനർ ബെന്നി ജോസഫ് വ്യക്തമാക്കി. പറൂർ സബ് കോടതിയുടെ അനുമതിയോടുകൂടിയാണ് അവർ താമസക്കാർ ഭൂമി അവിടെ വാങ്ങിച്ചിട്ടുള്ളത്. അതുകൊണ്ട് റവന്യൂ അവകാശങ്ങൾ അവർക്ക് പുനഃസ്ഥാപിച്ചു കൊടുക്കണം. വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ ട്രിബ്യൂണലിൽ കേസുകൾ നടക്കുന്നുണ്ട്. അതിനുശേഷമാകാം. അങ്ങനെ രേഖകൾ ശരിയായ രീതിയിൽ പരിശോധിച്ച് ഞങ്ങൾക്ക് റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുവാനായിട്ട് സാധിക്കും. മുനമ്പത്ത് ഭൂസംരക്ഷണ സമിതി നടത്തുന്ന സമരം 157 ദിവസം പിന്നിടുകയാണ്. നിയമ പോരാട്ടത്തിനൊപ്പം തെരുവിൽ സമരം ശക്തമാക്കാനും സമിതി തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം മുനമ്പം കേസിന് പിന്നിലുള്ളവരുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസിക്ക് പരാതി നൽകാനുള്ള നീക്കവുമായി സമിതി മുന്നോട്ടു പോവുകയാണ്. ന്യൂസ് 18 കൊച്ചി. തനിക്കെതിരായ സൈബർ ആക്രമണങ്ങൾ പെയ്ഡാണെന്ന് G. സുധാകരൻ. ആസൂത്രിത നീക്കത്തിന് പിന്നിൽ 70 അംഗ സംഘമാണെന്നും സുധാകരൻ ന്യൂസ് 18നോട് പറഞ്ഞു. സഹോദരൻ G. ഭുവനേശ്വരനെ പരാമർശിച്ചുള്ള വിമർശനങ്ങൾക്ക് വൈകാരികമായിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. KPCCയുടെ പരിപാടിയിൽ പങ്കെടുത്തതിന് കൃത്യമായ ന്യായീകരണങ്ങളും G. സുധാകരൻ മുന്നോട്ട് വയ്ക്കുന്നു. സുധാകരനെതിരായ സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിൽ ജില്ലയിലെ ഒരു വിഭാഗം നേതാക്കളുടെ അനുയായികൾ ഉണ്ടെന്ന ആക്ഷേപം നിലനിൽക്കുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിൽ.
ജി സുധാകരനെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിൽ ആലപ്പുഴയിലെ പാർട്ടിക്കുള്ളിലെ പുതുനിരയാണെന്ന ആരോപണം ശക്തി പ്രാപിക്കുന്നതിനിടയിലാണ് സുധാകരന്റെ വൈകാരിക പ്രതികരണം. തനിക്കെതിരായ സോഷ്യൽ മീഡിയ പ്രചാരണങ്ങൾ പെയ്ഡാണെന്ന് സുധാകരൻ തുറന്നടിച്ചു. ഇത് മനഃപൂർവ്വം ആസൂത്രണം ചെയ്ത ഒരു സെറ്റാണ്. അതിലൊരു 60-70 പേരാണ് മൊത്തം ഇതുവരെ പങ്കെടുത്തിരിക്കുന്നത്. അതിന് നമ്പരൊക്കെ ഉണ്ട്. എല്ലാം കൂടെ മാറി. ആലപ്പുഴയിലെ നേതൃത്വത്തിന് പങ്കുണ്ടോ? ഒരു നേതൃത്വത്തിനും ഇതിൽ പങ്കില്ല. നേതൃത്വം ഒന്നും തീരുമാനിച്ചിട്ടല്ല. പിന്നെ ആരെങ്കിലും എവിടെയെങ്കിലും വല്ല കേഡർമാർ ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് താമസിയാതെ കിട്ടിക്കോളും. എനിക്ക് എൻ്റെ അറിവിൽ ആരുമില്ല. രാഷ്ട്രീയ നേതാക്കൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നത് സ്വാഭാവികമെന്നിരിക്കെ സുധാകരന് നേരെ ഇപ്പോൾ മാത്രം ഉയരുന്ന നീക്കങ്ങൾക്ക് പിന്നിൽ പ്രകോപിപ്പിച്ച് പുറത്തു ചാടിക്കുക എന്ന തന്ത്രം കൂടി ജില്ലയിലെ CPM നേതാക്കളുടെ അനുവാദത്തോടെ നടക്കുന്നുവെന്നും ആക്ഷേപമുണ്ട്. പാർട്ടിയുടെ തിരുവനന്തപുരത്തെ കൊല്ലത്തെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ സെമിനാറിൽ BJP നേതാവായ കൃഷ്ണദാസ് പോയി പ്രസംഗിച്ചില്ലേ? അതെന്താ ഓർക്കാതെ? ശശി തരൂരിനെ പണ്ട് വിളിച്ചിട്ടില്ലേ? എബിൻ വർക്കിയെ DYFIയുടെ വിളിച്ചിട്ട്. അങ്ങനെ ആരെയെല്ലാം വിളിച്ചിരിക്കുന്നു? പ്രായപരിധി മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട സുധാകരൻ ഉൾപ്പെടെയുള്ളവരെ വേണ്ട രീതിയിൽ പാർട്ടി പരിഗണിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. പിന്നാലെയായിരുന്നു കോൺഗ്രസ് പരിപാടിയിൽ പങ്കെടുത്തതിനെ തുടർന്നുള്ള സുധാകരനെതിരായ സോഷ്യൽ മീഡിയ പ്രതികരണങ്ങൾ. അതിലേറ്റവും രൂക്ഷം സഹോദരൻ G ഭുവനേശ്വരന്റെ കൊലയാളികൾക്കൊപ്പം കൂട്ടുകൂടിയെന്ന ആരോപണമായിരുന്നു. വൈകാരികമായാണ് സുധാകരൻ ഈ ആരോപണങ്ങളെ സംബന്ധിച്ച് ന്യൂസ് 18നോട് പ്രതികരിച്ചത്. അവർക്ക് ഭുവനേശ്വരനെ പറ്റിയൊന്നും ഒന്നും അറിയില്ല. അതുകൊണ്ട് ഭുവനേശ്വരം മരിക്കുമ്പോൾ മെഡിക്കൽ കോളേജ് ഞാൻ മാത്രമേ ഉള്ളൂ അടുത്തത്. അതിവൈകാരികമായാണ് ആക്രമിക്കുന്നത്. അവർക്കെന്ത് വൈകാര്യം? ഭുവനേശ്വരനെ അവർക്ക് എന്തറിയാം? ഇന്ത്യ മുന്നണിയല്ലേ? കോൺഗ്രസ് അല്ലേ അവിടെയുള്ളത്? കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ ബംഗാളിൽ CPI കോൺഗ്രസ് മുന്നണിയല്ലോ. സീറ്റൊന്നും നമുക്ക് കിട്ടിയില്ല. അവർക്ക് ഏതാനും സീറ്റ് കിട്ടി. അവിടെയൊക്കെ രക്തസാക്ഷികൾ 1700 രക്തസാക്ഷികളാണ് ബംഗാളിലുള്ള അർത്ഥ ഫാസിസ്റ്റ് വാഴ്ചക്കാരത്. 1700. എന്നിട്ടും എന്തുകൊണ്ട് G സുധാകരൻ എന്നുവെന്ന വിവരമില്ലാത്തതുകൊണ്ട് അവർക്ക്. സംഘടനാ രീതിയിൽ നിന്ന് വ്യതിചലിച്ച വിവിധ ഗ്രൂപ്പുകളായി നിൽക്കുന്ന ആലപ്പുഴയിലെ പാർട്ടിയിൽ G സുധാകരൻ ഏതെങ്കിലും രീതിയിൽ പാർട്ടി നേതൃത്വത്തിലേക്ക് മടങ്ങി വരുമോ എന്ന ആശങ്ക മറുവിഭാഗത്തിനുണ്ട്. സുധാകരന്റെ ജനകീയതയും കൂടുതൽ അസ്വസ്ഥതകൾക്ക് വഴിവെക്കുന്നു. എതിരായ പ്രചാരണങ്ങൾക്ക് പിന്നിൽ അമ്പലപ്പുഴയിലെ ചില നേതാക്കളാണെന്ന ആരോപണത്തിനു പിന്നാലെയാണ് വൈകാരികവും എന്നാൽ കൃത്യമായ ചോദ്യങ്ങൾ ഉയർത്തുന്നതുമായ സുധാകരന്റെ പ്രതികരണം. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭാ നടപടികൾ നിർത്തിവെച്ചു. കുംഭമേളയെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന് പിന്നാലെ ചോദ്യം ചോദിക്കാൻ അവസരം തേടിയായിരുന്നു പ്രതിപക്ഷാംഗങ്ങൾ ബഹളം വെച്ചത്. अंधेरों की साजिशें 1 बजे माननीय मंत्री जी जवाब देंगे. आप अपनी सीट पे बैठिए. आप अपनी सीट पे बैठिए. नहीं बैठना चाहते हैं? मैं इतना ही कहना चाहता हूं. കുംഭമേള മഹാവിജയമായിരുന്നുവെന്നും സംഘാടകരായ ഉത്തർപ്രദേശ് സർക്കാരിനെ അഭിനന്ദിക്കുന്നുവെന്നും മോദി പറഞ്ഞു. मैं सरकार के, समाज के सभी कर्मयोगियों का अभिनंदन करता हूं. मैं देश भर के श्रद्धालुओं को, यूपी की जनता, विशेष तौर पर प्रयागराज की जनता का धन्यवाद करता हूं. अध्यक्ष जी, हम सब जानते हैं गंगा जी को धरती पर लाने के लिए एक भगीरथ प्रयास लगा था. वैसा ही महाप्रयास इस महाकुंभ के भव्य आयोजन में भी हमने देखा है. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ കനത്ത വ്യോമാക്രമണത്തിൽ 200ഓളം പലസ്തീനികൾ കൊല്ലപ്പെട്ടു. ജനുവരിയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ശേഷം ഇസ്രായേൽ നടത്തുന്ന ഏറ്റവും കനത്ത ആക്രമണമാണിത്. ഇസ്രായേൽ ഹമാസ് യുദ്ധം പുനരാരംഭിക്കുമോ എന്ന ആശങ്ക ശക്തമാകുന്നതിനിടയിലാണ് ഇസ്രായേലിന്റെ വ്യോമാക്രമണം. വെളുപ്പിന് വിവിധ ലക്ഷ്യങ്ങളിലേക്ക് ഒരേ സമയമായിരുന്നു ആക്രമണം. മരിച്ചവരിലും പരിക്കേറ്റവരിലും ഭൂരിപക്ഷം സ്ത്രീകളും കുട്ടികളുമാണ്. വടക്കൻ ഗസ, ഗസ സിറ്റി, തെക്കൻ ഗസയിലെ ദേർ അൽ ബലാഹ്, റഫ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് കനത്ത ബോംബിംഗ് ഉണ്ടായത്. ജനവാസ കേന്ദ്രങ്ങൾക്കും ആശുപത്രികൾക്കും നേരെയായിരുന്നു ആക്രമണം.
ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ കരാർ നീട്ടുന്നതിനോട് ഹമാസ് വിമുഖത പ്രകടിപ്പിച്ചതിനു പിന്നാലെയായിരുന്നു ആക്രമണം. ഹമാസ് പ്രവർത്തകരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണമെന്നാണ് ഇസ്രയേൽ വിശദീകരണം. ശക്തമായ ആക്രമണം തുടരുമെന്ന് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകി. രണ്ടാം ഘട്ട വെടിനിർത്തലിന് മുന്നോടിയായി ബാക്കി ഇസ്രയേലി ബന്ദികളെ ഉടൻ വിട്ടയക്കണമെന്ന അമേരിക്കൻ നിർദ്ദേശം ഹമാസ് സ്വീകരിച്ചിരുന്നില്ല. വെടിനിർത്തൽ വ്യവസ്ഥകളിൽ ചർച്ചയ്ക്ക് ശേഷമേ ബന്ദികളെ വിടാനാവൂ എന്ന നിലപാടാണ് ഹമാസ് സ്വീകരിച്ചത്. ഇതേ തുടർന്ന് രണ്ടാം ഘട്ട വെടിനിർത്തൽ അനിശ്ചിതത്വത്തിലായിരുന്നു. വെടിനിർത്തലിന്റെ ഭാഗമായി ഇതുവരെ 39 ഇസ്രയേലി ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചു. 2000-ഓളം പലസ്തീൻ തടവുകാരെ ഇസ്രയേലും മോചിപ്പിച്ചു. വെടിനിർത്തൽ കരാർ വ്യവസ്ഥകൾ ലംഘിച്ചെന്ന ആരോപണമാണ് ഇരുപക്ഷവും ഒരുപോലെ ഉന്നയിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. യമനിലെ ഹൂത്തി കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി അമേരിക്കൻ വിമാനവാഹിനി കപ്പലിന് നേരെ വീണ്ടും ആക്രമണം നടത്തിയെന്ന് ഹൂതികൾ. എന്നാൽ ഹൂതികൾ തൊടുത്ത ഡ്രോണുകളെല്ലാം വെടിവെച്ചിട്ടെന്ന് അമേരിക്ക അവകാശപ്പെട്ടു. ഇനിയും കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഹൂതികൾ പറഞ്ഞു. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടർന്നാൽ കൂടുതൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് അമേരിക്കയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യമനിലെ ഹൂതി ശക്തി കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ 53 പേർ കൊല്ലപ്പെടുകയും 100-ലധികം പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തിരുന്നു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്തും. വാർത്ത റഷ്യ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അമേരിക്കൻ നിർദ്ദേശപ്രകാരം യുക്രൈൻ അംഗീകരിച്ച വെടിനിർത്തൽ കരാർ റഷ്യയും അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം ചർച്ചയിൽ ഉണ്ടായേക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. 3 വർഷം പിന്നിട്ട റഷ്യ യുക്രൈൻ യുദ്ധത്തിന് അവസാനമാകുമെന്ന് പ്രതീക്ഷ നൽകുന്നതാണ് പുതിയ നീക്കങ്ങൾ. വെടിനിർത്തൽ കരാറിനൊപ്പം വൈദ്യുതി നിലയങ്ങളുടെയും യുക്രൈനിൽ റഷ്യ പിടിച്ചെടുത്ത സ്ഥലങ്ങളുടെയും നിയന്ത്രണവും ചർച്ചയുടെ ഭാഗമാകും. റഷ്യൻ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാതെ വെടിനിർത്തൽ കരാറിനെ അനുകൂലിക്കാനാവില്ലെന്ന പുടിന്റെ വാക്കുകളാണ് ആശങ്ക ഉണർത്തുന്ന ഘടകം. ചർച്ചയ്ക്ക് മുന്നോടിയായി റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി അലക്സാണ്ടർ ഗുഷ്കോ റഷ്യയുടെ പ്രധാന നിലപാടുകൾ വ്യക്തമാക്കി. നാറ്റോ സൈനിക സഖ്യത്തിൽ യുക്രൈനെ ചേർക്കാനുള്ള നീക്കം അനുവദിക്കില്ല. യുക്രൈനിൽ സമാധാന സേനയെ വിന്യസിക്കാനുള്ള നീക്കവും റഷ്യ അംഗീകരിക്കില്ലെന്ന് ഗുഷ്കോ വ്യക്തമാക്കി. സൈന്യത്തെ ശക്തിപ്പെടുത്തുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്ന് വ്യക്തമാക്കിയ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സഖ്യകക്ഷികളുമായി പ്രതിരോധ സംവിധാനം ഏകോപിപ്പിക്കാൻ യുക്രൈൻ പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീമിനെയും പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ആഴ്ച സൗദി അറേബ്യയിൽ നടന്ന അമേരിക്ക യുക്രൈൻ ചർച്ചയിൽ അമേരിക്ക മുന്നോട്ടുവച്ച 30 ദിവസത്തെ വെടിനിർത്തൽ കരാർ യുക്രൈൻ അംഗീകരിച്ചിരുന്നു. ഇതിനോടുള്ള റഷ്യയുടെ പ്രതികരണം വൈകിയ സാഹചര്യത്തിൽ കൂടിയാണ് ട്രംപ് പുടിൻ ചർച്ച. യുക്രൈനിൽ ധാതുഖനനത്തിന് അമേരിക്കയ്ക്ക് അനുമതി നൽകാമെന്ന് സെലൻസ്കി വ്യക്തമാക്കിയിരുന്നു. ഈ സാമ്പത്തിക താൽപര്യവും ട്രംപിന്റെ ചർച്ചയിൽ പ്രതിഫലിച്ചേക്കുമെന്ന് സൂചനയുണ്ട്. ഇതിനിടെ യുദ്ധം തുടരുന്ന സാഹചര്യം വന്നാൽ യുക്രൈനെ പിന്തുണയ്ക്കാൻ 30-ലധികം രാജ്യങ്ങൾ സൈനിക സഹായം നൽകുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ വ്യക്തമാക്കിയതും ട്രംപിനും പുടിനും ഒരുപോലെയുള്ള സന്ദേശമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ ശവകുടീരം പൊളിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധ പ്രകടനത്തിന് പിന്നാലെ നാഗ്പൂരിൽ സംഘർഷം. മഹലിൽ 2 വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. പിന്നാലെ നഗരത്തിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു. സംഭവത്തിൽ 50 പേരെ അറസ്റ്റ് ചെയ്തു. ഔറംഗസീബ് ശവകുടീരം പൊളിച്ചില്ലെങ്കിൽ കർസേവ എന്ന VHP ഭീഷണിക്ക് പിന്നാലെയാണ് സംഘർഷം. രാത്രി 10:30-ഓടെ വിശ്വ ഹിന്ദു പരിഷത്തും ബജ്രംഗ് ദളുമാണ് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. തുടർന്ന് നാഗ്പൂരിലെ മഹൽ പ്രദേശത്ത് 2 വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. സംഭവത്തിൽ 15 പോലീസുകാർ ഉൾപ്പെടെ 20ഓളം പേർക്ക് പരിക്കേറ്റു. 25ഓളം ബൈക്കുകളും 3 കാറുകളും കത്തിച്ചു. നിരവധി വാഹനങ്ങളും വീടുകളും ആക്രമിക്കപ്പെട്ടു. ജനങ്ങൾ സമാധാനം പാലിക്കാൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ആഹ്വാനം ചെയ്തു. നിയമവാഴ്ച ഉറപ്പിക്കാൻ ശക്തമായ നടപടി സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയതായി ഫട്നാവിസ് പറഞ്ഞു. അഭ്യൂഹങ്ങളിൽ വിശ്വസിക്കരുതെന്നും ഫട്നാവിസ് അഭ്യർത്ഥിച്ചു. नागपुर एक बहुत ही शांति प्रिय इस प्रकार की नगरी है. यहाँ की शांति भंग न हो इस प्रकार से सभी लोगों ने व्यवहार और बर्ताव करना चाहिए और कोई भी अगर इस प्रकार से तनाव निर्माण करने का प्रयास करेगा तो उसके ऊपर बहुत कड़ी कार्रवाई की जाएगी. അതേസമയം സ്ഥിതിഗതികൾ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണെന്നാണ് വിവരം. പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ശവകുടീര പരിസരത്ത് വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ച് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. തിരുപ്പതി ക്ഷേത്രത്തിൽ MP-മാരുടെയും MLA-മാരുടെയും ശുപാർശ കത്തുകൾ പരിഗണിച്ച് VIP ദർശനം നൽകും. ഇതേക്കുറിച്ച് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ നിർദ്ദേശം തിരുമല തിരുപ്പതി ദേവസ്ഥാനം അംഗീകരിച്ചു. എല്ലാ ആഴ്ചയും ബുധൻ, വ്യാഴം ദിവസങ്ങളിലാവും ശുപാർശ കത്തുള്ളവർക്ക് VIP ദർശനം അനുവദിക്കുക. ഒരു കത്തിൽ പരമാവധി 6 ആളുകളെ അനുവദിക്കും. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം ദിൽന ചേരും.